ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നന്മ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാറില്ല. അപ്പോൾ അച്ഛൻ മരിച്ചിട്ട് 41 ദിവസം കഴിയട്ടെ വിചാരിച്ചിട്ടാണ് കുഞ്ഞു വീഡിയോ ആയിട്ട് വരുന്നത്. അതേപോലെ ലൈവും വരുന്നുണ്ട്. കാലത്ത് 10:30 ആകുമ്പോൾ വരാറുണ്ട്. പിന്നെ വൈകുന്നേരത്ത് 8 മണി കഴിഞ്ഞാലാണ്. സമയമൊന്നും ഞാൻ ഉറപ്പിച്ച് പറയാറില്ല. 8 മണി തൊട്ടിട്ട് 9 മണിൻ്റെ ഉള്ളിൽ ലൈവും വരാറുണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്ക് സമയമുള്ള ആൾക്കാരൊക്കെ വരണേ. അപ്പോൾ കാലത്ത് ചോറ് വയ്ക്കലും പിന്നെ ചപ്പാത്തി ഉണ്ടാക്കലും കറിയൊക്കെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ഇടയിൽ എല്ലാ വീട്ടമ്മമാർക്കും എടുക്കുന്ന പണികളൊക്കെ കാലത്ത് മുറ്റടിക്കുക, തുടയ്ക്കുക, അങ്ങനത്തെ ചെറിയ അലക്കുക, അങ്ങനെയൊക്കെയുള്ള പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മുടെ ആടതാ വിശന്നിട്ടിരിക്കുക തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ അതിന് വെള്ളമൊക്കെ കൊടുക്കണം. അമ്മ വെള്ളമൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഷോപ്പിലേക്ക് പോയി. പോയിട്ട് എനിക്ക് ഉച്ചയ്ക്ക് ഒരു പഞ്ചായത്തിൻ്റെ വക നമുക്ക് അംഗവൈകല്യമുള്ള ആൾക്കാർക്ക് അവിടെ സമ്മാനങ്ങൾ, ഡാൻസ് അല്ലെങ്കിൽ പാട്ട്, പിന്നെ ഓരോ പരിപാടികൾ നടത്തിയ ആൾക്കാർക്ക് സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് എന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും പോയിട്ടോ. അപ്പോൾ ഞാൻ പോയത് ഒന്നാമത് അമ്മായി അച്ഛൻ്റെ പെങ്ങളാണ്. അപ്പോൾ അമ്മായിക്ക് കണ്ണിന് കാഴ്ചയില്ല. കൂട്ടുകാർക്ക് അറിയുണ്ടാവും, ചില കൂട്ടുകാർക്കൊക്കെ ഞാൻ വീഡിയോയിലൊക്കെ ഇടാറുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അതേപോലെ അമ്മായി കഴിഞ്ഞ വർഷം തുമ്പി പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അമ്മായിക്ക് തിരുപ്പറക്കൽ, പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് സമ്മാനം കൊടുക്കലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ണിന് കാഴ്ചയില്ല പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ഭയങ്കര കഴിവാണ് കേട്ടോ. തുള്ളിൻ്റെ ഒരുപാട് പാട്ട്, പിന്നെ കുറേ പരിപാടികൾ നടത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ സമ്മാനം കൂടി വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് അമ്മായി. മറ്റേത് അമ്മായിയുടെ മോളുടെ കുട്ടിയേട്ടതാണ്. അമ്മായിയുടെ മോളാണ് ഇത്. അപ്പോൾ അങ്ങനെ ഞങ്ങളൊക്കെ അവിടെ എത്തി. നല്ല പ്രസംഗങ്ങളൊക്കെ കേട്ടു. മടുപ്പില്ലാതെ ഫുള്ളായിട്ട് കുറച്ച് 1.5-2 മണിക്കൂറോളം ഒട്ടും മുഷിവില്ലാതെ എല്ലാം കേട്ടിരുന്നു കേട്ടോ. പിന്നെ AC ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ ചൂടൊന്നും അറിഞ്ഞതേ ഇല്ല, സമയം പോയതും അറിഞ്ഞില്ല കേട്ടോ. ഇതാണ് അമ്മായി. ഒരു 10-15 പേർക്കാണ് അന്ന് പ്രോത്സാഹന സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ 60 വയസ്സായുള്ള ആൾക്കാർ, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അവർ മാത്രമാണ് അധികം ഇതിൽ പങ്കെടുത്തത്. അപ്പോൾ അവർക്കും കൂടി വേണ്ടുള്ള ഒരുപാട് പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ നടത്തിയിരുന്നു. 60 വയസ്സ് ഒരു വയസ്സല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി പ്രസംഗങ്ങളായിരുന്നു കേട്ടോ അവിടെ നടത്തിയിരുന്നത്. അത് എത്ര കേട്ടാലും മതിയാവില്ല. ചില ആൾക്കാരൊക്കെ അയ്യോ 60 ആയാലോ 65 ആയാലോ 70 ആയാലോ പറഞ്ഞിട്ടൊന്നും വിഷമിക്കേണ്ട. അതിനുള്ള എന്താണെന്ന് പറയുക, ഒരു പ്രസംഗം കേട്ടാലേ നമുക്കറിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളുടെ വാണിയംകുളം ഭാഗത്തെ സ്ഥലങ്ങളാണ്. ഇത് ഓഡിറ്റോറിയത്തിൻ്റെ മുകളിലാണ് ഓഡിറ്റോറിയം, അതിൻ്റെ താഴത്തെ ഭാഗം കേട്ടോ. ഇതൊക്കെയാണ് വാണിയംകുളം ചന്ത ഭാഗം കാണിക്കുന്നത്. പി.കെ. ദാസ് ഹോസ്പിറ്റൽ ഇതൊക്കെ കാണുന്നത് കേട്ടോ. പിന്നെ ഡ്രൈവിങ് പഠിപ്പിക്കണ സ്ഥലം, ഇതൊക്കെ മുകളിലും താഴത്തേക്ക് നോക്കിയാലും കാണുക. അപ്പോൾ പി.കെ. ദാസ് അവിടെ കാണുന്നുണ്ട്. അതിൻ്റെ ആ ഭാഗത്താണ് എൻ്റെ ഷോപ്പ്. റോഡിൻ്റെ ആ സൈഡിലാണ് എൻ്റെ ഷോപ്പ്. പിന്നെന്താ കൂട്ടുകാരെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഇത് എൻ്റെ വിശേഷങ്ങൾ, ചെറിയ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഷോപ്പ് ഷട്ടറൊക്കെ മെല്ലെ താത്തിയിട്ടാണ് ഞങ്ങൾ പോയത്. പിന്നെ അവിടെ ചായ പഴംപൊരിയൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും. അതേപോലെ ബിരിയാണി ആയിരുന്നു കേട്ടോ. കഴിക്കാനൊക്കെ ബിരിയാണി ആയിരുന്നു. പിന്നെ അമ്മായി ഇതാ പ്രോത്സാഹന സമ്മാനം നല്ല ഗിഫ്റ്റൊക്കെ കേട്ടോ കിട്ടിയത്. വലിയൊരു ട്രോഫി ആയിട്ടാണ് അമ്മായി സ്റ്റേജിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. അമ്മായി മാത്രമല്ല, വേറെ അംഗവൈകല്യമുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. പിന്നെ വേറെ 10-65 വയസ്സായ അവരുടെ ഓരോ കാര്യങ്ങളും ഒക്കെ അവിടെ പാട്ട് പാടൽ,
അങ്ങനെ കുഞ്ഞു കുഞ്ഞ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കേട്ടിരുന്നു. പണ്ടത്തെ കാര്യങ്ങളാണ് അധികം ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് കേട്ടിരിക്കാനൊരു നല്ലൊരു രസമാണ് പണ്ടത്തെ കാര്യങ്ങളൊക്കെ. ഞങ്ങളുടെ നാട്ടിലും അതെ കേട്ടോ. എല്ലാ ഓണ സമയത്തും അതെ, എന്താ തുമ്പി തുള്ളൽ ഞാൻ പറയാറുണ്ട് എല്ലാ വീഡിയോയിലും. തുമ്പി തുള്ളൽ ഏതിലൊരു ചേച്ചീനെ അവിടെ ഇരുത്തി കഴിഞ്ഞാൽ തോർത്തും മുണ്ടൊക്കെ തലയിലിടുക, എന്നിട്ട് ഞങ്ങൾ പാട്ടൊക്കെ പാടി അവർ ഉറക്കും, അല്ലെങ്കിൽ ഉറപ്പിക്കും ഞങ്ങൾ. എന്നിട്ട് എന്താ അങ്ങനെ അവർ തുള്ളുക. ഇപ്പോഴും ഉണ്ട് പറഞ്ഞിട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇക്കൊല്ലം മാത്രം ഉണ്ടായില്ല. അപ്പോൾ ഇവിടെ മരണം കാരണം ഇപ്രാവശ്യം ഓണക്കളികളൊന്നും ഉണ്ടായില്ല കേട്ടോ. ഇപ്പോൾ അടുത്ത വർഷം എന്തായാലും ഉണ്ടാവും. അങ്ങനെ സമയം പോയെന്ന് അറിഞ്ഞില്ല. ഷോപ്പ് തുറന്നിട്ടാണ് വന്നിറക്കണത്. പിന്നെ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ ക്ഷമിച്ചിട്ടാണ് എല്ലാവരും ചായ കുടിക്കലും എത്ര തിരക്കുണ്ടെങ്കിലും അവിടെ നിശബ്ദമായിട്ടുള്ള ഭക്ഷണം കഴിക്കലും നല്ല മാന്യം മര്യാദയൊക്കെ ആയിട്ട് തല്ലുകൂടാതെ എല്ലാവരും അതെ കേട്ടോ. കാരണം 60 വയസ്സ് തൊട്ടിട്ട് 75 അങ്ങനെയൊക്കെ ആയിട്ട് അധികം പേരും കണ്ടാൽ തന്നെ അറിയാം കേട്ടോ. അപ്പോൾ അവരുടെ ഒരു പരിപാടി കൂടി ഉണ്ടായിരുന്നു. അവർക്ക് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ എനിക്കിങ്ങനെ പറയാൻ അറിയില്ല. അതൊക്കെ കേട്ടിരുന്നു, കുറേ കേട്ടിരുന്നു കേട്ടോ. പിന്നെ ഉണ്ണികൃഷ്ണൻ പറഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടൻ, അവരുടെയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കേട്ടിരുന്നു. കവിത, അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെ ഉണ്ട് പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ നാളെ ഞാൻ എന്നും ഒരു 2-3 മിനിറ്റിൻ്റെ വീഡിയോ ആയിട്ട് വരാം. കാരണം ദിവസം എന്തെങ്കിലുമൊക്കെ വീഡിയോ കൂട്ടുകാരായിട്ട് പങ്കുവയ്ക്കുക വെച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ട്. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ഞാനും ഒരു പ്ലേറ്റിൽ ഭക്ഷണമൊക്കെ വാങ്ങിയിട്ട് എല്ലാവരും മിണ്ടാതെ നല്ല കുട്ടിയായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എപ്പോഴും സമയമുള്ളപ്പോൾ ലൈവിലേക്ക് വരിക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അമ്മയുടെ മോളിലെ കുട്ടിയാണ് കേട്ടോ അടുത്തിരിക്കണത്. ഞങ്ങൾ 2 പേരും കൂടിയും കഴിച്ചു. അമ്മയുടെ മോളും അവിടെ ഇരുന്നിട്ടും കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഷോപ്പിൽ വേഗം പോയിട്ട് തയ്ക്കട്ടെ കേട്ടോ. അല്ലെങ്കിൽ ആൾക്കാരുടെ ചീത്ത കേട്ടാൽ